എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് RTA ആക്ട് വിൽ നോട്ട് റിസ്ട്രിക്ട് ഡിസ്ക്ലോഷർ സേസ് മിനിസ്റ്റർ. ഇത് GS2 ഗവർണൻസ് RTA എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് ഇതെടുക്കുന്നത്. പിന്നെ ഉള്ളത് സെൻറ്റർ ടു പേ മോർ ഓഫ് PM പോഷൻ സ്കീം ഇൻ സ്കൂൾസ്. അപ്പോൾ ഇത് GS2 സോഷ്യൽ ജസ്റ്റിസ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ന്യൂസ് എടുക്കുന്നത്. ഓക്കെ, ഡ്രോപ്പ് വിത്ത് piecemeal says piecemeal to social security workers. ഇത് സോഷ്യൽ സെക്യൂരിറ്റി വർക്കേഴ്സ് അതുപോലെ GS3 എക്കണോമി എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ് ബേസ് ചെയ്തിട്ടാണ്. ഇതിൽ കുറേ ഡേറ്റ പോയിൻറ്റ്സ് നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ബേസ് ചെയ്തിട്ടാണെങ്കിലും അതുപോലെ തന്നെ RTA സ്പെസിഫിക് ആയിട്ടാണെങ്കിലും നമുക്ക് കുറച്ച് ഡേറ്റ പോയിൻറ്റ്സ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് പ്രിലിംസ് MCQ ആണ്. ഒരു PYQ ക്വസ്റ്റ്യനും നമ്മൾ നോക്കും പ്രിലിംസ് ആസ്പെക്റ്റിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് RTA ആക്ട് വിൽ നോട്ട് റെസ്ട്രിക്ട് ഡിസ്ക്ലോഷർ സേസ് മിനിസ്റ്റർ. അപ്പം ഇത് കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ ദ യൂണിയൻ ഗവൺമെൻറ് ഹാസ് പ്രൊപ്പോസ്ഡ് അമെൻമെൻറ്റ്സ് ടു ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ഇൻ ദ അലൈൻമെൻറ്റ് ഓഫ് ദ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. നമുക്കറിയാം ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് വന്നായിരുന്നു. ദീസ് ചേഞ്ചസ് ഹാവ് സ്പാർക്ക് ഡിബേറ്റ് among civil society groups and parliamentarians over the potential dilution of the transparency and citizens' rights to access information. അപ്പോൾ ഇതിൻ്റെ കൺസേൺസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ അമെൻമെൻറ്റ്സ് കാരണം പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ കോസ്റ്റിൽ, അതായത് പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് അമെൻമെൻറ്റ്സ് വരുന്നത്. പക്ഷെ ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിൽ ഇൻഫർമേഷൻ ഇപ്പോൾ RTAയുടെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ സ്കാമോ അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യേണ്ടത് RTAയുടെ ഒരു പാർട്ടാണ്. അപ്പം പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ വരുമ്പോഴേക്കും ആ ഒരു ആസ്പെക്റ്റ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മറച്ചു വെക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്നാണ് ഈ ഓപ്പോസിഷൻ്റെ കൺസേൺസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 1947 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നത് എംപവേർഡ് ദ പീപ്പിൾ വിത്ത് ദ റൈറ്റ് ടു സീക്ക്, റിസീവ് ആൻഡ് ഇമ്പാർട്ട് ഇൻഫർമേഷൻ. 1966 ഇൻ്റർനാഷണൽ കവണൻറ്റ് ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എംഫസൈസ് ദ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ആക്സസ് ടു ഇൻഫർമേഷൻ. പിന്നെ 1986 in Mr. Konwal and Jaipur Municipal Corporation, the Supreme versus Jaipur Municipal Corporation, the Supreme Court declared the Article 19 freedom of speech implies to right to information. ഓക്കെ, പിന്നെ 2005 നമുക്കറിയാം RTA ആക്ട് പാസ്സാക്കുമായിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ്. ഓക്കെ, അതിൽ ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RTA ആക്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ വരുമ്പോഴേക്കും യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. ഓക്കെ, മെയിൻസ് ക്വസ്റ്റ്യനൊക്കെ വരുവാണെങ്കിൽ ഇൻഫർമേഷൻ ഈസ് എ കറൻസി ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നൊരു കോട്ട് തോമസ് ജെഫർസണിൻ്റെ ആണ്. അത് നിങ്ങൾക്ക് കോട്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് RTA ഇൻ ഇന്ത്യൻ ഡെമോക്രസി നമ്മൾ നോക്കുവാണെങ്കിൽ എനാക്റ്റഡ് ഇൻ 2005 ടു എൻഷുർ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ഗവർണൻസ്, എംപവർ സിറ്റിസൺസ് ടു ആക്സസ് ഇൻഫർമേഷൻ ഹെൽഡ് ബൈ പബ്ലിക് അതോറിറ്റീസ്, പിന്നെ ഇൻസ്ട്രുമെൻ്റൽ ഇൻ അൺകവറിംഗ് കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസീസ് ആൻഡ് പോളിസി ഫെയിലേഴ്സ്. പിന്നെ കൺസേൺസ് റേസ് ബൈ സിവിൽ സൊസൈറ്റി ആൻഡ് ഒപ്പോസിഷൻ എന്താണ്? അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനാരിയോ അല്ല, നമുക്കറിയാം പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് അമെൻമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കൺസേൺസ് ആണ് വരുന്നത്? ഒന്ന്, ഓവർ 120 opposition MPs have sought a repeal of the amendment. Civil rights groups fear it could significantly blow the spirit of RTA Act. പിന്നെ concerns that authorities might misuse personal data clauses to withhold information under the guise of privacy. അതായത് പ്രൈവസി എന്നുള്ളൊരു ലേബലിൽ ഇൻഫർമേഷൻ പുറത്തു വിടാതിരിക്കാനുള്ളൊരു സാഹചര്യവും ഇതിലുണ്ട്. പിന്നെ അഞ്ജലി ഭർദ്വാജ് ഓഫ് NCPRI highlights that RTA Act Section 8(1)J already balances privacy and transparency. പിന്നെയും എന്തിനാണ് ഒരു അമെൻമെൻ്റ് എന്ന രീതിയിൽ വരുന്നതെന്നുള്ള കാര്യമാണ് ഡൗട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഫീച്ചേഴ്സ് ഓഫ് RTA ആക്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ഒന്ന്, സെക്ഷൻ 2(f) ആണ്, ഡിഫൈൻസ് ഇൻഫർമേഷൻ ഇൻ ഓൾ മെറ്റീരിയൽ ഫോംസ്. പിന്നെ സെക്ഷൻ 2(J) defines right to information including inspection, obtaining certified samples, electronic records, etc. പിന്നെ പബ്ലിക് അതോറിറ്റി, എനി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ, ലോ, ഗവൺമെൻറ് ഓർഡേഴ്സ് ആൻഡ് significantly financed by the
ഗവൺമെൻറ് ആണ്, പബ്ലിക് അതോറിറ്റി വരുന്നത്. ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇത് വേണേൽ ചോദിക്കാം. ഓക്കെ, പിന്നെ സെക്ഷൻ 4 ആണ്, സോമോട്ടോ ഡിസ്ക്ലോഷർ ബൈ ദ പബ്ലിക് അതോറിറ്റീസ് ഓഫൺ ഇൻഎഡിക്വേറ്റ്ലി ഫോളോഡ് ആണ്. പിന്നെ സെക്ഷൻ 8(1) ലിസ്റ്റ് എക്സംഷൻസ് ഫ്രം ഡിസ്ക്ലോഷർ. പിന്നെ 8(2) അലൗസ് ഡിസ്ക്ലോഷർ അണ്ടർ സേ ഇഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ഔട്ട്വെയ്സ് ദ പ്രൊട്ടക്റ്റഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, പിന്നെ ഉള്ളത് ഈ RTA ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയറാണ്. ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫൈ ദ ഇഷ്യൂ, പിന്നെ റൈറ്റ് ആപ്ലിക്കേഷൻ ഓൺ പ്ലെയിൻ പേപ്പർ, പേ ദ റിക്വയർഡ് RTA ആപ്ലിക്കേഷൻ ഫീസ്. RTA ആപ്ലിക്കേഷൻ ഫീസ് 10 രൂപയാണ്. പിന്നെ PAO വിൽ ട്രാൻസ്ഫർ യുവർ ആപ്ലിക്കേഷൻ ടു ദ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ നോ ആക്ഷൻ ഫ്രം PAO വിത്തിൻ 30 days. മേക്ക് ഫസ്റ്റ് അപ്പീൽ ടു അപ്പേലേറ്റ് അതോറിറ്റി. അതായത് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല, അപ്പേലേറ്റ് അതോറിറ്റിയിൽ കൊടുക്കാം. പിന്നെ 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഫ് സ്റ്റിൽ നോ റെസ്പോൺസ് മേക്ക് സെക്കൻഡ് അപ്പീൽ ടു ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് RTA ആക്ട് ഒന്ന് നോക്കിയിരിക്കുക. ഒന്ന് എംപവർമെൻറ്റ് ഓഫ് സിറ്റിസൺസ് ആണ്. പിന്നെ കറപ്ഷൻസ് കണ്ടെയ്ൻ ചെയ്യാനായിട്ട്, കുറയ്ക്കാനായിട്ട്, പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, പിന്നെ എൻഹാൻസ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡെമോക്രാറ്റിക് പ്രോസസ്. അപ്പം RTA കുറിച്ച് നിങ്ങൾക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിലൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദിസ് ഫോമാറ്റ്. അതായത് ഒബ്ജക്റ്റീവ്സ് ഓഫ് RTA എന്ന് പറയുന്നൊരു സർക്കിൾ ഇട്ടു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡ്രോയിങ് ആയിട്ട് നിങ്ങൾക്കിത് കൊടുക്കാം. ഓക്കെ, പിന്നെ എക്സാമ്പിൾസ് ഇൻ കേസ് വിച്ച് ഇൻഫർമേഷൻ ഈസ് എക്സെംപ്റ്റ് ഫ്രം ഡിസ്ക്ലോഷർ. അതായത് സെക്ഷൻ 8 ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു, NCRIയുടെ ആൾ പറഞ്ഞു ഇങ്ങനെ പ്രൈവസി ലിമിറ്റഡ് ആയിട്ട്, പ്രൈവസി ആസ്പെക്റ്റിൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന ലിമിറ്റഡ് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്താ നോക്കാം. ഒന്ന്, എഫക്ട്സ് സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, സെക്യൂരിറ്റി, സ്ട്രാറ്റജിക്, സയൻറ്റിഫിക് ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കേസിലാണെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എഫക്ട്സ് റിലേഷൻ വിത്ത് എ ഫോറിൻ സ്റ്റേറ്റ് ആണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ലീഡ്സ് ടു ഇൻസൈറ്റ്മെൻറ്റ് ഓഫ് ആൻ ഒഫൻസ്. പിന്നെ കോസസ് ഓഫ് ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ഓഫ് പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. പിന്നെ എക്സ്പ്രസീവ്ലി ഫോർബിഡൻ ടു ബി പബ്ലിഷ്ഡ് ബൈ എനി കോർട്ട് ഓർ അങ്ങനെ എന്തെങ്കിലും ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പുറത്ത് പറയേണ്ടതെന്ന് പറഞ്ഞ സാധനങ്ങൾ. പിന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരുന്ന സാഹചര്യങ്ങൾ. പിന്നെ കൊമേഴ്ഷ്യൽ കോൺഫിഡൻസ് അല്ലെ ട്രേഡ് സീക്രട്സ് പറയേണ്ട ആവശ്യമില്ല. ഇൻഫർമേഷൻ റിസീവ്ഡ് ഇൻ കോൺഫിഡൻസ് ഫ്രം ഫോറിൻ ഗവൺമെൻറ്. പിന്നെ എൻഡേഞ്ചേഴ്സ് ദ ലൈഫ് ഓർ ഫിസിക്കൽ സേഫ്റ്റി ഓഫ് എനി പേഴ്സൺ. പിന്നെ ക്യാബിനറ്റ് പേപ്പേഴ്സ്, ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ പെർസിക്യൂഷൻ ഓഫ് ഒഫൻഡേഴ്സ്, അങ്ങനത്തെ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും RTA പ്രകാരം അത് പുറത്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതെല്ലാം എക്സെപ്റ്റഡ് ആണ്. പിന്നെ നമ്മളൊരു ക്രിട്ടിക്കൽ അനാലിസിസ് കൊടുക്കുകയാണെങ്കിൽ, അതായത് ബാലൻസിങ് ആക്ട് ആണ്. ദർ ഈസ് എ നീഡ് ടു ബാലൻസ് ആൻ ഇൻഡിവിജ്വൽസ് റൈറ്റ് ടു പ്രൈവസി ഫ്രം ദ പബ്ലിക്സ് റൈറ്റ് ടു ട്രാൻസ്പെറൻസി. ഓക്കെ, പിന്നെ പൊട്ടൻഷ്യൽ റിസ്ക്, ബ്രോഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ മേ വീക്കൻ അക്കൗണ്ടബിലിറ്റി. പിന്നെ ലീഗൽ ആൻഡ് എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. വെദർ ഡേറ്റ പ്രൊട്ടക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ജസ്റ്റിഫൈ സീക്രസി ഇൻ ഗവർണൻസ്, അത് സ്ക്രൂട്ടനൈ ചെയ്യേണ്ട ഒരു ആസ്പെക്റ്റ് ആണ്. വേ ഫോർവേഡ് ആയിട്ട് പറയുവാണെങ്കിൽ എൻഷുർ ദാറ്റ് ഓൺലി ജെന്യുവൻലി സെൻസിറ്റീവ് പേഴ്സണൽ ഡേറ്റ ഈസ് പ്രൊട്ടക്റ്റഡ്, മെയിൻറ്റെയിൻ ദ സ്പിരിറ്റ് ഓഫ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഇൻകോർപ്പറേറ്റ് ഫീഡ്ബാക്ക് ഫ്രം സിവിൽ സൊസൈറ്റി വൈൽ ഡ്രാഫ്റ്റിംഗ് ഫൈനൽ റൂൾസ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകുമ്പോഴെങ്കിൽ PM പോഷനെ കുറിച്ചാണ്. PM പോഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ന്യൂസിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, അതായത് എഡ്യൂക്കേഷൻ മിനിസ്ട്രി അനൗൺസ്ഡ് 9.5% ഹൈക്ക് ഇൻ കുക്കിംഗ് കോസ്റ്റ് അലോക്കേഷൻസ് അണ്ടർ ദ PM പോഷൻ സ്കീം ഡ്യൂ ടു ഇൻഫ്ലേഷൻ ആണ്. ഓക്കെ, അതായത് സെൻട്രൽ ഗവൺമെൻറ് പോഷൻ സ്കീമിലോട്ട് സ്കൂളുകളിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ റീസൺ ഇൻഫ്ലേഷനാണ്. റിസൾട്ടിങ് ഇൻ ആൻ അഡീഷണൽ ബേർഡൻ ഓഫ് 954 crore ടു ദ എക്സ്ചെഞ്ചർ ഫോർ ഫൈനാൻഷ്യൽ ഇയർ 2025 to 2026. This revision highlights the center's commitment to improving child nutrition outcomes in the government and aided schools. ഓക്കെ, വാട്ട് ഈസ് PM പോഷൻ സ്കീം? അതായത് അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, PM പോഷൻ സ്കീം ലോഞ്ച്ഡ് ഇൻ September 2021. The Pradhan Mantri Poshan Shakti Nirman scheme aims to provide one hot cooked meal per day to students in government and government aided schools. It replaces the midday meal scheme and has a total financial outlay of 1.31 trillion rupees.
ഫോർ ദ പീരീഡ് ഓഫ് 2021 to 2025-26. ഓക്കെ, അപ്പം അത്രയും കാലയളവിൽ ഏകദേശം നമ്മൾ ഒരു ഫൈനാൻഷ്യൽ ഔട്ട്ലേ വന്നേക്കുന്നത് 1.31 ട്രില്യൺ റുപ്പീസാണ്. പിന്നെ കീ ഫീച്ചേഴ്സ് ഓഫ് പോഷൻ സ്കീം എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പാൻഡഡ് കവറേജ് ആണ്. അപ്പാർട്ട് ഫ്രം പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി സ്കീംസ്, ദിസ് സ്കീം നൗ ഇൻക്ലൂഡ്സ് ബാൽ വിത്തികാസ്, thereby extending nutritional benefits to children aged 3 to 5 years. പിന്നെ റിവൈസ്ഡ് കുക്കിംഗ് അലൊക്കേഷൻ ആണ്. ഫ്രം മെയ് 2025 ദ റിവൈസ്ഡ് പെർ ചൈൽഡ് പെർ ഡേ കുക്കിംഗ് കോസ്റ്റ് ഈസ് 6.78 ഫോർ ബാൽ വികാസ് ആൻഡ് പ്രൈമറി ക്ലാസ്സസ് അപ് ടു 6.19 ആൻഡ് 10.17 ഫോർ അപ്പർ പ്രൈമറി. ദിസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ഫോർ റൈസിങ് ഫുഡ് ഇൻഫ്ലേഷൻ. അതായത് എന്താണ്, ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ചുള്ള അഡ്ജസ്റ്റഡ് റേറ്റ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ ന്യൂട്രീഷൻ ഗാർഡൻസ് ആൻഡ് ലോക്കൽ പ്രൊക്യൂർമെൻറ്റ്. അതായത് സ്കൂൾസ് ആർ എൻകറേജ് ടു എസ്റ്റാബ്ലിഷ് ന്യൂട്രീഷൻ ഗാർഡൻസ് ഫോർ ഫ്രഷ് പ്രൊഡ്യൂസ്. അഡീഷണലി ഫുഡ് ഈസ് ടു ബി ലോക്കലി സോഴ്സ്ഡ് ത്രൂ ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. FPOs വഴി ഫുഡ് ലോക്കലായിട്ടുള്ള വെൻഡേഴ്സിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്യണം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് കോപ്പറേറ്റീവ്സ് എൻഷുറിംഗ് ബോത്ത് ഫ്രഷ്നെസ് ആൻഡ് സപ്പോർട്ട് ഫോർ ലോക്കൽ എക്കണോമീസ്. ഓക്കെ, FPOs എന്ന് പറയുന്നത് ഒരു ഫാമേഴ്സിൻ്റെ ഒക്കെ കൂട്ടമാണ്. അപ്പം ആ കൂട്ടത്തിൽ നിന്ന് അവർ ഇപ്പം ചക്ക വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ്വർക്കിൽ നിന്ന് ഇവർ ഒറ്റയടിക്ക് കുറേ ചക്കകൾ കൊണ്ടുവരും. അങ്ങനെ ഒരു നെറ്റ്വർക്കാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുറേ അതുപോലെ അഗ്രികൾച്ചർ സൊസൈറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ FPOs അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, അത് മനസ്സിലായില്ലെങ്കിൽ. ഓക്കെ, പിന്നെ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ഇൻ ഹൈ ബേർഡൻ ഏരിയാസ്. അതായത് സ്റ്റേറ്റ്സ് ആർ നൗ പെർമിറ്റഡ് ടു include nutrient dense items such as eggs, milk, and particularly in regions with high prevalence of anemia and child wasting. Okay, അപ്പം ഷിഫ്റ്റ് ഫ്രോം ഏർലിയർ റെസ്ട്രിക്ഷൻസ് ഓൺ ഐറ്റംസ് എലിജിബിൾ ഫോർ സെൻട്രൽ അസിസ്റ്റൻസ്. പിന്നെ തിത്തി ഭോജൻ കൺസെപ്റ്റ്. അതായത് ദിസ് ഇന്നോവേറ്റീവ് അപ്രോച്ച് ഇൻവോൾവ്സ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഫ്രം, അതായത് എന്തെങ്കിലും സ്പെഷ്യൽ ഇവൻറ്റ്സ്, ഫെസ്റ്റിവൽസ്, സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴേക്കും അത് ബേസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ മീൽസ് സ്കൂളുകളിൽ കൊടുക്കാനായിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ്. പിന്നെ മോണിറ്ററിങ് അക്കൗണ്ടബിലിറ്റിയാണ്. ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ന്യൂട്രീഷൻ എക്സ്പേർട്സ് ഇൻ സ്കൂൾസ് ഫോർ മോണിറ്ററിങ് ചിൽഡ്രൻസ് ഹെൽത്ത് പാരാമീറ്റേഴ്സ് സച്ച് ആസ് BMI, ഹീമോഗ്ലോബിൻ ലെവൽസ് ആൻഡ് ജനറൽ വെൽബീങ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. മെക്കാനിസംസ് ടു കോമ്പൻസേറ്റ് കുക്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ടു റെഡ്യൂസ് ലീക്കേജസ് ആൻഡ് ഡിലേസ്. സോഷ്യൽ ഓഡിറ്റ്സ് mandated in all schools to ensure transparency and quality control. Okay. പിന്നെ റാഷണൽ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്കീം ഇന്ത്യ കണ്ടിന്യൂസ് ടു ഗ്രാപ്പിൾ. ഇപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പുവർ ന്യൂട്രീഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇപ്പോഴും കാണിക്കുന്നത്. അതായത് NFHS 5, അതായത് 2019 to 2021 ഡേറ്റയിൽ നമുക്ക് ഏകദേശം 35.5% ഓഫ് ചിൽഡ്രൻ ലീവ് അണ്ടർ 5 ആർ സ്റ്റണ്ടഡ് ആണ്. 32.1% അണ്ടർ വെയ്റ്റ് ആണ്. 67.1% ഏജ് ബിറ്റ്വീൻ 6 to 59 months ആർ അനീമിക്. അതായത് 58.6 നിന്നാണ് 67.1 ആകുന്നത്. ഗ്ലോബൽ ന്യൂട്രീഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഈസ് ഓഫ് ട്രാക്കിംഗ് റെഡ്യൂസ് ഇൻ ചൈൽഡ്ഹുഡ് വേസ്റ്റിംഗ് ആൻഡ് അനീമിയ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ഇതാണ് മാൽ ന്യൂട്രീഷൻ കാരണം ഉണ്ടാകുന്നത് ഓവർ ന്യൂട്രീഷനും അണ്ടർ ന്യൂട്രീഷനാണ്. അണ്ടർ ന്യൂട്രീഷൻ കാരണം വേസ്റ്റിംഗ് വരും. ലോ വെയ്റ്റ് ഫോർ ഹൈറ്റ് ആണ്. ഓക്കെ, പിന്നെ സ്റ്റണ്ടിങ്, ലോ ഹൈറ്റ് ഫോർ ഏജ് ആണ് സ്റ്റണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ അണ്ടർ വെയ്റ്റ് ആണ്. ലോ വെയ്റ്റ് ഫോർ ഏജ് ആണ് അണ്ടർ വെയ്റ്റ് വരുന്നത്. പിന്നെ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, ലാക്ക് ഓഫ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഓക്കെ, പിന്നെ ഉള്ളത് അതായത് വിറ്റമിനും മിനറൽസും ഇല്ല. പിന്നെ അനീമിക് എന്ന് പറയുന്നത് അത് അയൺ കണ്ടൻറ്റ് ഡെഫിഷ്യൻസിയാണ്. പിന്നെ ഓവർ വെയ്റ്റ് ആൻഡ് ഒബേസിറ്റി, അതായത് നമുക്കറിയാം ഓവർ വെയ്റ്റ് എക്സസീവ് ആയിട്ടുള്ള അക്യുമുലേഷൻ ഓഫ് ഇതാണ് ഫാറ്റും അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഓവർ ഡോസ് ഓഫ് മൈക്രോ ന്യൂട്രിയൻസ്, ഓവർ ഡോസ് അങ്ങനത്തെ കേസസും ഓവർ ന്യൂട്രീഷനും അണ്ടർ ന്യൂട്രീഷനും ആയിട്ട് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഹൈ ക്യാപിറ്റൽ ഇമ്പാക്ട് വിത്ത് ഇന്ത്യ റാങ്കിങ് 116 ഔട്ട് ഓഫ് 174 കൺട്രീസ് in the human capital index. The consequences of poor nutrition ripple across generations, affecting educational outcomes, economic productivity and national growth. Okay. പിന്നെ challenges in implementation. Despite its robust framework, the scheme faces challenges such as infrastructural gaps in remote schools,
irregular fund dispersals at the state level, insufficient manpower to conduct health monitoring and audits, need for greater community ownership and behavioral change at grassroots level. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വേ ഫോർവേഡ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രെങ്തനിങ് കൊണ്ടുവേണം. ടൈംലി ഫണ്ട് റിലീസ് വേണം, അപ്പോയിൻമെൻറ്റ് ഓഫ് ട്രെയിൻഡ് ന്യൂട്രീഷനിസ്റ്റ് വേണം, പിന്നെ റോബസ്റ്റ് ഗ്രിവൻസസ് റിഡ്രസൽ മെക്കാനിസംസ് കൊണ്ടുവരണം, ബിഹേവിയറൽ ചേഞ്ച് ക്യാമ്പയിൻസ്, അതായത് ലെവറേജ് SBC സോഷ്യൽ ആൻഡ് ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ടു റേസ് അവയർനെസ് അബൌട്ട് ന്യൂട്രീഷൻ. പിന്നെ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻ്റ് ആണ്. എൻകറേജ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റീസ്, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പേരൻസ് ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്. പിന്നെ ടെക്നോളജി ഇൻ്റഗ്രേഷൻ, യൂസ് AI based ടൂൾസ് ആൻഡ് മൊബൈൽ ആപ്സ് ടു മോണിറ്റർ മീൽ ക്വാളിറ്റി, അറ്റൻഡൻസ് ആൻഡ് ഹെൽത്ത് മെട്രിക്സ്. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഡയറ്റ്സ് ആണ്. പ്രൊമോട്ട് ഇൻക്ലൂഷൻ ഓഫ് റീജിയണലി അവൈലബിൾ കൾച്ചറലി അക്സെപ്റ്റബിൾ ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻറ്റ് ക്രോപ്സ്. അതിൽ ഒരു എക്സാമ്പിളാണ് മില്ലറ്റ്സ്. ഓക്കെ, മില്ലറ്റ് നമുക്കറിയാം ഗവൺമെൻറ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫുഡ് ക്രോപ്പാണ്, അല്ലെങ്കിൽ ഒരു ഫുഡ് കാറ്റഗറിയാണ്. അപ്പം അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് കൂടി നിങ്ങൾ ഇതിൻ്റെ ആൻസർ റൈറ്റിങ്ങിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ന്യൂസിലോട്ട് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പം ഡ്രോപ്പ് ദ പീസ് മീൽ വേസ് ടു സോഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്. അതായത് കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് റോളിംഗ് ഔട്ട് സെൻട്രൽ സ്കീംസ് ടാർഗറ്റിംഗ് ദ സോഷ്യൽ സെക്യൂരിറ്റി ഓഫ് ഗിഗ് വർക്കേഴ്സ്. ദ ബെനിഫിറ്റ്സ് ഔട്ട്ലൈൻഡ് ഇൻക്ലൂഡ് health coverage under Ayushman Bharat, registration on the eShram portal, transaction-based pension policy tied to an universal account number for each gig worker. While these are progressive steps, they underscore the reactive nature of India's social protection strategy tailored for new categories of work only after their emergence. സച്ച് ആസ് അപ്രോച്ച് ടു നീഡ്. അതായത് ഇപ്പോൾ ഗിഗ് എക്കണോമി ഒക്കെ ഒന്ന് ഫ്ലറിഷ് ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ബേസ് ചെയ്തിട്ടുള്ള പോളിസി മേക്കിങ്ങിലോട്ട് നമ്മൾ വരുന്നുള്ളൂ. അപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് കറണ്ട് വെൽഫെയർ ഫ്രെയിംവർക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ഗ്യാപ്സ് ഇൻ കവറേജ് ആണ്. അതായത് ഇന്ത്യ ഹാസ് ന്യൂമറസ് സെക്ടറൽ വെൽഫെയർ ബോർഡ്സ് ആൻഡ് സ്കീംസ്, ഈച്ച് വിത്ത് ഇറ്റ്സ് ഓൺ എലിജിബിലിറ്റി നോംസ്, ബ്യൂറോക്രാറ്റിക് മെക്കാനിസംസ് ആൻഡ് ഡെലിവറി ചാലഞ്ചസ്. This creates administrative inefficiencies, overlapping jurisdictions, and exclusion errors, particularly for workers with multiple and fluid employment relationships. പിന്നെ അണ്ടർ പെർഫോമൻസ് ഓഫ് വെൽഫെയർ ബോർഡ്സ് ആണ്. അതായത് എവിഡൻസ് ഫ്രം സ്റ്റേറ്റ്സ് ലൈക്ക് തമിഴ്നാടു ഹൈലൈറ്റ്സ് സിസ്റ്റമാറ്റിക് ഫെയിലിയേഴ്സ്. അതായത് ആസ് പെർ CAG report of 2024, 99 local bodies of 10 districts have failed to remit statutory payments to the Tamil Nadu Construction Workers Welfare Board. Although 70,744 crore was allocated through cess, it remains unclear how effectively this money reached the intended beneficiaries. RTA investigations have found widespread non-utilization of funds, unregistered workers and inactive welfare boards in several states. Basically പൈസ ഫണൽ ലീവാണ്. ഓക്കെ, പിന്നെ ലീഗൽ ആൻഡ് സ്ട്രക്ചറൽ അംബിക്വിറ്റീസ് ആണ്. അതായത് കോഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി 2020 while ambitious in scope has been criticized for ഒന്ന്, ambitious definition of workers and entitlements, lack of clarity on roles between center and states, slow implementation with most provisions yet to be operationalized fully. ഓക്കെ, അപ്പം നീഡ് ഫോർ യൂണിവേഴ്സൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം. അതായത് ആസ് ഇന്ത്യ സ്ട്രൈവ്സ് ടു മേക്ക് ഇറ്റ്സ് വർക്ക് ഫോഴ്സ് ഫ്യൂച്ചർ റെഡി, ഇറ്റ് മസ്റ്റ് അഡോപ്റ്റ് എ റോബസ്റ്റ് ക്രോസ് സെക്ടറൽ അപ്രോച്ച് ടു സോഷ്യൽ സെക്യൂരിറ്റി. ഒന്ന്, യൂണിവേഴ്സൽ ആയിട്ടുള്ള വർക്കർ രജിസ്ട്രേഷൻ കൊണ്ടാണ്. അതായത് ഇപ്പം പ്ലാറ്റ്ഫോംസ് ലൈക്ക് eShram ഫോർ സീംലെസ് വർക്കർ ഐഡൻറ്റിഫിക്കേഷൻ, മൊബിലിറ്റി ആൻഡ് ബെനിഫിറ്റ് ട്രാക്കിംഗ്. പിന്നെ ഇൻട്രൊഡ്യൂസ് എ ലൈഫ് ടൈം യുണീക്ക് സോഷ്യൽ സെക്യൂരിറ്റി ID കൊണ്ടുവരണം. ലൈഫ് സൈക്കിൾ ബേസ്ഡ് ആയിട്ടുള്ള വെൽഫെയർ കവറേജ് കൊണ്ടുവരണം. ഹെൽത്ത് ആകട്ടെ, ഓൾഡ് ഏജ്, മെറ്റേണിറ്റി, ഡിസബിലിറ്റി, അൺഎംപ്ലോയ്മെൻറ്റ്, അത് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതൊക്കെ ബേസ് ചെയ്തിട്ട് വേണം സോഷ്യൽ പ്രൊട്ടക്ഷൻ സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ പ്രോബബിലിറ്റി ഓഫ് ബെനിഫിറ്റ്സ്, അതായത് എൻഷുർ ഇൻ്റർ സ്റ്റേറ്റ് ആൻഡ് ഇൻ്റർ എംപ്ലോയർ പോർട്ടബിലിറ്റി, particularly for migrant workers. Allow contributions and benefits to be carried forward across different jobs or platforms. ഓക്കെ, സ്ട്രെങ്തനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് റിഫോം വെൽഫെയർ ബോർഡ്സ് ടു മേക്ക് ദം മോർ അക്കൗണ്ടബിൾ, ട്രാൻസ്പെറൻറ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി.
mandate three-party audits, regular public disclosure and worker representation in governance. പിന്നെ inclusion of all worker categories. Ensure schemes do not neglect women, disabled workers and informal caregivers. Develop gender-sensitive indicators and provisions within universal schemes. പിന്നെ പബ്ലിക് ഫൈനാൻസിങ് ആൻഡ് എംപ്ലോയർ അക്കൗണ്ടബിലിറ്റി ആണ്. എസ്റ്റാബ്ലിഷ് ട്രൈപാർട്ടൈറ്റ് കോൺട്രിബ്യൂഷൻ മെക്കാനിസംസ്, എംപ്ലോയേഴ്സ്, വർക്കേഴ്സ് ആൻഡ് ദ സ്റ്റേറ്റ്. പിന്നെ എൻഫോഴ്സ് പ്ലാറ്റ്ഫോം കമ്പനി അക്കൗണ്ടബിലിറ്റി എസ്പെഷ്യലി ഫോർ ഗിഗ് വർക്കേഴ്സ്. അപ്പം ഇപ്പോൾ സൊമാറ്റോ പോലത്തെ പ്ലാറ്റ്ഫോമിൽ ഓടുന്ന ആൾക്കാരാണെങ്കിൽ സൊമാറ്റോ ഷുഡ് ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മെക്കാനിസം, അത് എൻഷുർ ചെയ്യണം. പിന്നെ ഇൻ്റർനാഷണൽ ബെസ്റ്റ് പ്രാക്ടീസസ് എടുക്കുകയാണെങ്കിൽ ബ്രസീലിലെ ബോസ്ല ഫാമിലിയ ഓഫേഴ്സ് കണ്ടീഷണൽ ക്യാഷ് ട്രാൻസ്ഫേഴ്സ് ദാറ്റ് ഇൻറ്റഗ്രേറ്റ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻ. പിന്നെ തായ്ലാൻഡ്സ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഓഫേഴ്സ് പ്രൈമറി ഹെൽത്ത് കെയർ ആക്സസ് ടു ഓൾ സിറ്റിസൺസ് ഇൻക്ലൂഡിംഗ് ഇൻഫോർമൽ വർക്കേഴ്സ്. പിന്നെ റവാൻഡാസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഡെമോൺസ്ട്രേറ്റ് സ്കെയിലബിൾ മോഡൽസ് ഫോർ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഇൻ സോഷ്യൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, വേ ഫോർവേഡ് നമ്മുടെ നാഷണൽ സ്ട്രാറ്റജിയിൽ എന്തൊക്കെയാണ്, അതായത് ഇൻക്ലൂസീവായിട്ട് ഗ്രോത്ത് കൊണ്ടുവരുന്നത് എന്തൊക്കെ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷിഫ്റ്റ് ദ കോൺവെർസേഷൻ ഫ്രം ഹൂ ഡിസേർവ്സ് പ്രൊട്ടക്ഷൻ ടു വാട്ട് കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ എവറി സിറ്റിസൺ നീഡ്സ്. അതായത് ഇപ്പോൾ ഒരാൾ ഗിഗ് വർക്കറായിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അവരൊരു ഫോമൽ MNCയിലോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ കയറി, അപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യൽ സെക്യൂരിറ്റി ബ്രാക്കറ്റ് കൊണ്ടുവരണം. ഓക്കെ, ആ രീതിയിൽ വേണം നമ്മൾ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ട്. സെൻറ്റർ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഇൻ ദ broader agenda of economic justice, poverty alleviation and inclusive growth. Encourage center-state collaboration where the center provides architecture and funds and state ensure last mile implementation. Okay, പിന്നെ നമ്മൾ പ്രിലിംസ് ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് ഈസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഒരു മിനിറ്റ്, ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ദിസ് വൺ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ ഓഫീസ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കംസ് അണ്ടർ ദ പെർവ്യൂ ഓഫ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് the Chief Information Commission and an Information Commissioner shall hold office for such a term as prescribed by the central government or until they attain the age of 65 years, whichever is earlier. Which of the above statements is correct? 1 only, 2 only, both 1 and 2 and neither 1 nor 2. Answer both 1 and 2 ആണ്. അതിൻ്റെ റീസൺ നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ഈസ് ബോത്ത് 1 and 2. കീ പോയിന്റ്സ് എന്ന് പറയുന്നത് 12th October 2022 marks the 15 years since the implementation of the Right to Information Act. പിന്നെ Central Information Commission was established by the central government in 2005. It was constituted through an official gazetted notification. അപ്പം ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. പിന്നെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഈസ് എ ഹൈ പവേർഡ് ഇൻഡിപെൻഡൻറ്റ്. ഇതിനകത്ത് എക്സ്ട്രാ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നേ ഉള്ളൂ. സെൻട്രൽ ഇൻഫർമേഷൻ Commission is a high-powered independent body that inter alia looks into the complaints made to it and decides the appeals. പിന്നെ ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരുവാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ, ഓക്കെ ഇത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് ഇൻഫർമേഷൻ കമ്മീഷണർ ഷാൽ ഹോൾഡ് ഓഫീസ് ഫോർ സച്ച് ടേം ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ അൺടിൽ ദേ അറ്റൈൻ ആൻ ഏജ് ഓഫ് 65 years, വിച്ച് എവർ ഇസ് ഏർലിയർ. അത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, പിന്നെ അതായത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഷാൽ നോട്ട് ബി എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ്, അത് ഓർത്തിരിക്കുക. പിന്നെ ഇറ്റ് എൻ്റർടൈൻസ് കംപ്ലയിൻറ്റ്സ് ആൻഡ് അപ്പീൽസ് pertaining to offices, financial institutions, public sector undertaking, etc. under the central government and union territories. It sets out rules and procedures regarding citizens' right to information. It replaced the former Freedom of Act 2002. This act was enacted in order to consolidate the fundamental right in the Indian Constitution, freedom of speech. Since RT is implicit to the right to freedom of speech and expression under Article 19 of the Indian Constitution, it is an implied fundamental right ആണ്. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ടാണ് നമ്മൾ വരുന്നത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ 2019 upheld the decision of the Delhi High Court bringing the office of Chief Justice of India under the purview of
റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അത് ഓർത്തിരിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിച്ച ചോദ്യം കൂടിയാണ്. ദർ ആർ ചാൻസസ് ആൻഡ് ഇറ്റ് കുഡ് റിപ്പീറ്റ്. ഓക്കെ, കറൻ്റ്ലി പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ നോട്ട് അണ്ടർ ദ ആംബിറ്റ് ഓഫ് RTA ആക്ട് എന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇതൊക്കെയായിരുന്നു ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് നമുക്കുണ്ടായിരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.